കൊച്ചി മെട്രോ രണ്ടാം ഘട്ട നിർമ്മാണ ജോലിക്കിടെ സുരക്ഷാ വീഴ്ച. വെൽഡിങ്ങിന്റെ തീപ്പൊരി വീഴുന്നത് പലപ്പോഴും വാഹനങ്ങളുടെ മുകളിലേക്ക്. ദൃശ്യങ്ങൾ 24 കിട്ടി. അത് നമുക്ക് ആദ്യം ഒന്ന് കാണാം. കൊച്ചിയിൽ നിന്ന് ബിപിൻ സി വിജയൻ വിവരങ്ങളുമായി ചേരുന്നു. പറയൂ ബിപിൻ. അപകട ഭീഷണി ഉയർത്തിക്കൊണ്ടാണ് മെട്രോയുടെ രണ്ടാം ഘട്ട നിർമ്മാണം നടക്കുന്നത് എന്ന് പറയേണ്ടി വരും. ഇത് പാലാരിവട്ടത്തിനും കാക്കനാടിനും ഇടയിലുള്ള സ്ട്രക്ചറിലാണ് രണ്ടാം ഘട്ട നിർമ്മാണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ചെമ്പുമുക്ക് എന്നുള്ള ഭാഗത്തു നിന്നുള്ള ദൃശ്യങ്ങളാണിത്. അതായത് കഴിഞ്ഞ ദിവസം ഇത് പകർത്തിയതായിരുന്നു. അവിടെ മുകളിൽ ജോലികൾ നടക്കുമ്പോൾ ആ വെൽഡിങ്ങിന്റെ തീപ്പൊരികൾ വീഴുന്നത് നേരെ താഴത്തേക്കാണ്. അതായത് വാഹനങ്ങൾ തുടരെ പോകുന്ന ആ വഴിയിലേക്കാണ് ഈ തീപ്പൊരികൾ വീഴുന്നത്. ഒരു അപകട സാധ്യത അത്രത്തോളം അവിടെ നിലനിൽക്കുന്നു എന്നുള്ളത് കൂടിയാണ്. ഇരുചക്ര വാഹനങ്ങളിൽ പോകുന്നവരുടെ അടക്കം ദേഹത്തേക്കാണ് ഈ തീപ്പൊരി വീഴുന്നത്. ഈ ഒരാഴ്ച മുൻപ്, അതായത് 19-ാം തീയതിയായിരുന്നു ഗോപിക എന്ന ഇൻഫോ പാർക്കിൽ ജോലി ചെയ്യുന്ന ഒരു യുവതിയുടെ കാറിന് മുകളിലേക്ക് വലിയ ഇരുമ്പ് ദണ്ട് വീണ് ഒരു അപകടം പറ്റിയത്. അവരുടെ കൈക്കടക്കം വലിയ പരിക്ക് പറ്റിയതാണ്. അതിനുശേഷം അവിടെ സുരക്ഷ ഒരുക്കും എന്നുള്ളതായിരുന്നു KMRL പറഞ്ഞിരുന്നത്. പക്ഷേ ഇങ്ങനെ ഒരാഴ്ച തികയുന്നതിന് മുൻപ് തന്നെ ഈ വെൽഡിങ്ങിന്റെ തീപ്പൊരി ഉൾപ്പെടെ താഴത്തേക്ക് പതിക്കുന്നു. അതായത് ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ കൃത്യമായിട്ട് നടക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാവുന്നത്. ഇതിനെതിരെ ഇത് കൃത്യമായിട്ട് അതിലൊരു സുരക്ഷാ ക്രമീകരണം പാലിക്കണം എന്നുള്ളത് കൂടിയാണ്, ആ ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മൾ കാണുന്നത്. ഏറ്റവും താഴത്തേക്ക്, അതായത് വാഹനങ്ങൾ പോകുന്നു, കാറിന് മുകളിലേക്ക്, ഇരുചക്ര വാഹനങ്ങളുടെയൊക്കെ മുകളിലേക്കാണ് തീപ്പൊരികൾ വീഴുന്നത്. ഒരു അപകടം നടന്ന് ഒരാഴ്ച പിന്നിടുമ്പോഴും അതിലൊരു മാറ്റം സംഭവിക്കുന്നില്ല. സുരക്ഷാ ക്രമീകരണങ്ങൾ ഈ രണ്ടാം ഘട്ട നിർമ്മാണത്തിനിടയിൽ വളരെ കൃത്യമായി തന്നെ പാലിക്കണം എന്നുള്ളത് തന്നെയാണ് പൊതുസമൂഹം ആവശ്യപ്പെടുന്നത്. SK. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.